വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിലെ ബി.ജെ.പി സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ മുൻ DGPയുമായ ആർ ശ്രീലേഖ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മാഡത്തിന് എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അതൊരു വികസിത ഭാരതം എന്ന നരേന്ദ്രമോദിജിയുടെ സ്വപ്നം പോലെ വികസിത കേരളം ഇവിടെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി NDA തന്നെ അധികാരത്തിൽ വരണം. വട്ടിയൂർക്കാവിലെ കാര്യം തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ വികസന പദ്ധതികൾ തന്നെ വട്ടിയൂർക്കാവിന് വേണ്ടി, വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകും എന്ന് തന്നെ ഉറപ്പ് പറയുകയാണോ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം വട്ടിയൂർക്കാവിൽ ഇപ്പോൾ ഒരു വികസന മുരടിപ്പും അഴിമതി ഊർത്തുമുള്ള ഒരു ഭരണമൊക്കെയാണ് കാണുന്നത്. കേരളത്തിൽ മൊത്തവും അതെ. ഇപ്പൊ വട്ടിയൂർക്കാവിൽ പ്രത്യേകിച്ചും എല്ലായിടവും പൊളിച്ച് ഇട്ടിരിക്കുകയാണ്. എത്രയോ കോടി രൂപയുടെ വികസനം നടത്തി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും നമുക്ക് കാണാനൊന്നും പറ്റുന്നില്ല. അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ തന്നെ വിവിധ പദ്ധതികളുണ്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഗുണകരമായിട്ടുള്ളത്. അതൊക്കെ സമയബന്ധിതമായി വട്ടിയൂർക്കാവിലെ കൊണ്ടുവന്ന് അത് എല്ലാവർക്കും, എല്ലാ തട്ടിലുമുള്ള ആൾക്കാർക്ക് ഗുണപ്രദമാവുന്ന രീതിയിൽ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വട്ടിയൂർക്കാവിന് വേണ്ടി ഒരുപാട് വികസനങ്ങൾ ശ്രീമതി ശ്രീലേഖ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ BJP അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ലഭിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. കൂടുതൽ വിശേഷങ്ങളൊക്കെ തന്നെ TVN അപ്ഡേറ്റ്സിലൂടെ നിങ്ങളിലേക്ക് എത്തും.